ഈ പാത്രിയാർക്കീസ് ബാവ ഇന്ത്യയിൽ എത്തുമ്പോഴെല്ലാം വിദേശത്ത് ബോംബ് വീഴും. കഴിഞ്ഞ തവണ ശ്രേഷ്ഠ തോമസ് പ്രധാൻ ബാവയുടെ ഓർമ്മ കുർബാനയ്ക്ക് പാത്രിയാർക്കീസ് ബാവ കേരളത്തിൽ വന്നപ്പോഴായിരുന്നു സിറിയയിൽ ബോംബ് വീണത്. ഇപ്പോൾ ഡൽഹിയിൽ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നപ്പോൾ ഗൾഫിൽ ബോംബ് വീണു. ശ്രേഷ്ഠ തോമസ് പ്രഥമന്റെ ഓർമ്മയ്ക്ക് വന്നപ്പോൾ പരിപാടികൾ വെട്ടിക്കുറിച്ച് രായ്ക്ക് രാമായണം മുങ്ങി. ഇതിപ്പോൾ ഡൽഹിയിൽ നിന്ന് മുങ്ങിയെന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്ത. അതെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കണം. പാവി ചെല്ലുന്നിടത്തെല്ലാം പാതാളമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും ഡൽഹിയിൽ വന്ന് ലോക ക്രൈസ്തവരെ ലജ്ജിപ്പിച്ചു. മോദി പാത്രിയാർക്കീസിനെ ക്രിസ്തീയത എന്തെന്ന് പഠിപ്പിച്ചു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സഭകൾ തമ്മിൽ വിഭജനമല്ല, ഒന്നാവുകയാണ് വേണ്ടതെന്നാണ് മോദി പറഞ്ഞുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ പരം പരിഹാസം വേറെയുണ്ടോ? ഒരു സഭയുടെ തലവനോടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. ലജ്ജിച്ച് തല താഴ്ത്തണം. ആകമാനം ആഗോളം എന്നൊക്കെ പറയുന്ന ഒരു ക്രൈസ്തവ സഭയുടെ പരമാധീശൻ ഒരു ഹൈന്ദവനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയിരുന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദേവാലയങ്ങൾ പങ്കിട്ട് തരണമെന്ന് ആവശ്യപ്പെടുന്നു. അത് സുപ്രീം കോടതിയുടെ 958, 995, 2017 വിധികളിലെല്ലാം മലങ്കര സഭയുടേതെന്ന് അസന്നിഗ്ധമായി വിധിച്ചിട്ടുള്ള പള്ളികൾ. നിയമപരമായി യാതൊരു അവകാശവും ഇല്ലാത്തവരാണ് അവകാശവാദവുമായി, അതും സുപ്രീം കോടതി വിധിക്കെതിരെ പ്രധാനമന്ത്രിയുടെ മുന്നിലെത്തിയത്. അത് കേട്ട പ്രധാനമന്ത്രി പറഞ്ഞതാണ് ക്രിസ്തു സുവിശേഷം. നിങ്ങൾ ഡിവൈഡ് ആകാൻ പാടില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, ഒരു മ്യൂച്വൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ചർച്ച ചെയ്ത് ഒന്നായിട്ട് മുമ്പോട്ട് പോകണം. 2017 വിധി ശരിക്കും പഠിച്ചതിന് ശേഷം പരിഹാരം കണ്ടെത്തണം. മലങ്കര സഭയുടെ വിഭജനമല്ല, ഐക്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒന്നാകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ഒരക്ഷരം പ്രതികരിക്കാൻ പറ്റാതെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വിയർത്തൊലിച്ചിരുന്നു. AC-യുടെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിയർത്തുപോയി. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു അക്രൈസ്തവന്റെ മുമ്പിൽ ഉത്തരം മുട്ടി തല കുമ്പിട്ടിരിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒന്ന് മനസ്സിൽ കാണുക. എത്ര ദയനീയം! അതും ഈ വലിയ നോമ്പിന്റെ ഈ നാളുകളിൽ. എന്തൊരു ക്രൈസ്തവ സാക്ഷി! അഖിലാണ്ടവും ആകമാനവും ഒക്കെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്ര ചെറുതായി കാണും. എന്നിട്ട് വെളിയിൽ വന്ന് വീരവാദവും മുഴക്കി. ഇത്രയും കാലം സഖാവ് പിണറായി വിജയന്റെ മുന്നിലായിരുന്നു കുമ്പിടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ പിണറായിയെ വിട്ടു, BJPയെ പിടിക്കാൻ പോയി. ലജ്ജയില്ലേ? ഇടതുപക്ഷ സർക്കാർ നിങ്ങൾക്ക് ബില്ലുണ്ടാക്കി നഷ്ടപ്പെട്ട അസ്തിത്വം വീണ്ടെടുത്ത് തരുമെന്ന് പറഞ്ഞു, കബളിപ്പിച്ചു. ആ പരിപ്പിന് വേവില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ BJPയെ പിടിക്കാൻ പോയത്? BJPയുടെ അടുത്ത് കൊണ്ടുപോയ കക്ഷി കൊള്ളാം, കിറ്റക്സ് സാബു ജേക്കബ്. അയാൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി വേണം. അതാണ് അയാളുടെ കുരുട്ടുബുദ്ധി. ഇവരെ കാണിച്ച് അവകാശവാദം ഉന്നയിക്കാം. ഇവരെല്ലാം കൂടെ ഉണ്ടെന്നും ഇവർ പിന്തുണയ്ക്കുമെന്നും. കഷ്ടം! പാവങ്ങൾ സാബുവിന്റെ ചക്രവർത്തമാനത്തിൽ വീണുപോയി. സാബുവിന്റെ കുരുട്ടുബുദ്ധിയെ സമ്മതിക്കണം. പാത്രിയാർക്കീസിനെ വരെ വണ്ടിക്കൂലിയും കൊടുത്ത് വരുത്തി. കൊച്ചിയിൽ നിന്ന് ബാക്കിയുള്ളവരെ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ എത്തിച്ചു. കാശ് ചെലവാക്കിയാൽ എന്താ? കാര്യം നടന്നില്ലേ? നാടകം തകർത്താടിയില്ലേ? അസലായി. ഇനി BJPയിൽ പിടിച്ചു നിൽക്കാം. പടക്കഴുതുകൾ എന്നും പടക്കഴുതുകൾ തന്നെയാണ്. നേതൃത്വം ഇപ്പോൾ സാബു ജേക്കബിനെ കൂട്ടുപിടിച്ച് അടുത്ത ഉടായ്പിന് കളമൊരുക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും പറയും. എന്നാൽ മോദിജി അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം പരോക്ഷമായി പറഞ്ഞത് നിങ്ങൾ ഒന്നാകാൻ.